ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുഡിങ്ങും ഒത്തിരി ഇഷ്ടമാകും കേട്ടോ. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രമാണ് എടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായി വരുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നത് കോഫി ഫ്ലേവറിലാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് കോഫി പൗഡർ തന്നെയാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റില്ലേ, 2 രൂപയുടെ, അതിൻ്റെ 3 പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രൂ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കേണ്ടത്. ഇനി ഈ കാപ്പിപ്പൊടിയൊക്കെ പൊട്ടിച്ച ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മുടെ വീട്ടിൽ ഈ സാധാരണ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിടുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് ഇളക്കിയ ശേഷം 10 മിനിറ്റ് നേരം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് 1/4 കപ്പ് അമൃതം പൊടിയാണ്. ഇതും ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റൗ ഓണാക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. 1-2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ അമൃതം പൊടിയൊക്കെ നന്നായിട്ട് കുറുകി വരും. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നമ്മുടെ അമൃതം പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് അല്ലേ, അതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും ഇനി മെൽറ്റാക്കി എടുക്കണം. ഇത് രണ്ടും ഒരേ സമയം ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ചൈന ഗ്രാസും ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ പാലിലേക്ക് മധുരം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഫി മിക്സില്ലേ, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിനി നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് നമ്മുടെ ഈ ഒരു കോഫി മിക്സറിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതേസമയം തന്നെ ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണേ. ഇതിനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രമില്ലേ, അതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ എടുത്തിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ കുഞ്ഞി പീസസൊക്കെ ചിലപ്പോൾ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടാവും. അത് കളയാനായിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചിട്ടെടുക്കുന്നത്. അതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കുഞ്ഞു ബബിൾസൊക്കെ വരുന്നുണ്ടാവും. അതൊക്കെ ഒരു സ്പൂണ് വെച്ചിട്ട് മാറ്റിക്കളയണേ. അല്ലെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റായി വരുമ്പോൾ കാണാനായിട്ട് എത്ര ഭംഗിയുണ്ടാവില്ല. ഈ ഒരളവിൽ പാലെടുത്തപ്പോൾ ഇതുപോലെ 2 പാത്രത്തിലേക്കുള്ള പുഡിങ് മിക്സറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് എടുക്കേണ്ടത്. മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ പുഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാപ്പിയുടെയൊക്കെ ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് മുന്നിട്ട് നിൽക്കുക. കാപ്പി കുടിക്കാനായിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുഡിങ്ങും ഒത്തിരി ഇഷ്ടമാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്